ഫുഡ് കഴിച്ചതിന് ശേഷം തൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സോണി. ഇന്ന് താൻ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ തൻ്റെ മുൻപിൽ വന്നതും അവളെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നതെന്ന് അവൻ പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കുകയായിരുന്നു. അവനെക്കുറിച്ച് ഓർത്തതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ടായി. അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ അവളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ അവളെ പുറകിലേക്ക് വലിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ജീവിതവും തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രമേ അവനുമായിട്ടൊരു വിവാഹം ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു. എല്ലാം അവൻ അറിയണമെന്നും അവൾക്ക് നല്ല നിർബന്ധമുണ്ടായിരുന്നു. ജനൽ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്നും തണുത്ത കാറ്റ് അവളുടെ റൂമിലേക്ക് വീശുന്നുണ്ടായിരുന്നു. സോണി കുറേ നേരം ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു. അവനോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമെന്നായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അവൻ അവൾക്ക് അവൻ്റെ കാർഡ് കൊടുത്തതും അവനെ വിളിക്കണമെന്ന് പറഞ്ഞതുമൊക്കെ ഓർമ്മയിൽ വന്നത്. ഇവിടേക്ക് വന്ന പല കാര്യങ്ങൾ ഏർപ്പെട്ടതുകൊണ്ടും എക്സാമൊക്കെ ആയതുകൊണ്ടും അവൾ ആ കാര്യം പാടെ മറന്നിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവൻ തന്നെ തിരക്കി ഇങ്ങോട്ടേക്ക് വരുമെന്ന് അവൾ വിചാരിച്ചില്ല. എന്തോ അവനോടൊന്ന് സംസാരിക്കണമെന്ന് സോണിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നി. ബാഗിൽ നിന്നും അവൾ ആ കാർഡ് തപ്പിയെടുത്തു. ശേഷം അതിലുണ്ടായിരുന്ന നമ്പർ തൻ്റെ ഫോണിലേക്ക് ഫീഡ് ചെയ്തു. പിന്നെ അവനെ വിളിക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തിലായിരുന്നു അവൾ. ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടെങ്കിലും ഒരുപാട് ആലോചനയുടെ ഒടുവിൽ ഉറക്കം വരാതെ കിടന്നപ്പോൾ അവളൊരു തീരുമാനത്തിലേക്ക് എത്തി. വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ ആ നമ്പറിലേക്ക് കോൾ ബട്ടൺ അമർത്തി. ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയതും സോണിയുടെ ശ്വാസം പോലും നിലച്ചതുപോലെ തോന്നി. 2 റിങ്ങിന് ശേഷം അപ്പുറത്ത് ഫോൺ എടുക്കപ്പെട്ടു. ഹലോ. കനത്ത ഗൗരവമോടെയുള്ള ശബ്ദം കേട്ടതും സോണി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഷെടാ, ഇതാരാ? വിളിച്ചിട്ട് ആളെ കളിയാക്കുന്നോ? ഒരു കൈയിൽ മദ്യത്തിൻ്റെ ഗ്ലാസ് പിടിച്ച് മറുകൈയാൽ ഫോൺ നോക്കിക്കൊണ്ട് അവൻ സ്വയം പറഞ്ഞു. എന്താടാ? അവനങ്ങനെ പറയുന്നത് കേട്ട് ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. ആ, ആരാണെന്ന് അറിയില്ലടാ, വിളിച്ചിട്ട് എടുത്തപ്പോൾ കട്ട് ചെയ്തിട്ട് പോയി. മെൽവിൻ അവനെ നോക്കി മറുപടി പറഞ്ഞു. ഏതെങ്കിലും ഫാൻസ് ആയിരിക്കും, ഇപ്പം അതാണല്ലോ ട്രെൻഡ്. ക്രിസ്റ്റി ചിരിച്ചു. ഏയ്. മെൽവിൻ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു അത് കണ്ട്. ആരെങ്കിലും നമ്പർ മാറി വിളിച്ചതാകും മെൽവിനെ, നീ അത് വിട്ടേക്ക്, ക്രിസ്റ്റി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ മെൽവിൻ്റെ മനസ്സിൽ അതൊരു ചെറിയ സംശയമായി ബാക്കിയായി. ഇന്നേ വരെ ആരും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. അവൻ ആ നമ്പർ ഒന്ന് പരിശോധിച്ചു. അപരിചിതമായ ഒരു നമ്പർ. അപ്പുറത്ത് സോണി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഫോൺ കയ്യിൽ പിടിച്ചവൾ ബെഡിലേക്കിരുന്നു. കട്ട് ചെയ്യണ്ടായിരുന്നു. എന്തേലും ഡൗട്ട് തോന്നുമോ എന്തോ, അവൾ നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു. ഒന്ന് മെസ്സേജ് അയച്ചാലോ, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമല്ലേ, അവൾ വീണ്ടും ആലോചിച്ചു. അവൾ പതുക്കെ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. സോറി, ഞാൻ സോണിയ, അബദ്ധത്തിൽ പറ്റിയതാ. അവൾ അവൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്തു. മെൽവിൻ്റെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തിരുന്നു. മെൽവിൻ മെസ്സേജ് തുറന്നു. അത് വായിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. എന്താടാ, റോങ് നമ്പർ ആണോ? അവൻ്റെ മുഖത്ത് ചിരി കണ്ട് ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ്, ഇത് വേറെ. മെൽവിൻ പെട്ടെന്ന് അവരെ നോക്കി ഒരു കള്ളം പറഞ്ഞു. എടാ, എങ്കിൽ പിന്നെ ഞാൻ റൂമിലോട്ട് പോവാ. ആദ്യമായിട്ട് അവൾ തനിക്ക് മെസ്സേജ് അയച്ചത് കണ്ടപ്പോൾ മെൽവിൻ അവളോട് അപ്പോൾ തന്നെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയിരുന്നു. ശരി, ക്രിസ്റ്റി അവനെ നോക്കി മറുപടി പറഞ്ഞു. ഗുഡ് നൈറ്റ് ഗൈസ്. മെൽവിൻ ക്രിസ്റ്റിയെയും റയാനെയും നോക്കി പറഞ്ഞതും അവർ തിരികെയും ഗുഡ് നൈറ്റ് പറഞ്ഞു. മെൽവിൻ പെട്ടെന്ന് തന്നെ അവൻ്റെ മുറിയിലേക്കും വലിഞ്ഞു. മുറിയിലേക്ക് ചെന്ന് കയറിയതും അവൻ സോണിയുടെ നമ്പർ എടുത്ത് അതിലേക്ക് കോൾ ചെയ്തിരുന്നു. സോണി ഫോൺ കയ്യിൽ പിടിച്ച് എന്തെങ്കിലും മറുപടി വരുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചു. വിളിക്കുന്നത് മെൽവിൻ എന്ന് എഴുതി കാണിച്ചു. അവൾ ഞെട്ടിപ്പോയി. അവൻ തിരിച്ചു വിളിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. സോണിയുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സോറി, അബദ്ധത്തിൽ പറ്റിയതാണെന്ന് പറഞ്ഞ ആളിപ്പോൾ തിരിച്ചു വിളിക്കാൻ കാത്തിരിക്കുകയായിരുന്നോ? മെൽവിൻ്റെ ശബ്ദത്തിൽ ഒരു കുസൃതിച്ചിരി ഉണ്ടായിരുന്നു. സോണി ഒന്നും മിണ്ടിയില്ല. അവളുടെ ശ്വാസം പോലും നിലച്ചതുപോലെ തോന്നി. ഒപ്പം അവൻ്റെ കളിയാക്കലും. അവളാണെങ്കിൽ ആകെ ചമ്മിയതുപോലെയായി. സോണി കണ്ണുകൾ അടച്ചു പിടിച്ചു. സോണി, അവൻ അരുമയായി അവളെ വിളിച്ചു. അതിൻ്റെ ആ വിളിയിൽ അവളോടുള്ള കരുതലും സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ആ ആ എന്താ? അവൾക്കാണെങ്കിൽ അവനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല താനും. എന്താ ഇപ്പം വിളിക്കാൻ? ആലോചിച്ചോ നീ? അവനൊരു ചിരിയോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ എനിക്ക് ഒന്ന് സംസാരിക്കണം. നേരിട്ട് കാണാൻ പറ്റുമോ? അവൾ ചെറിയ ഭയത്തോടെ അവനോട് ചോദിച്ചു. അതിനെന്താ, നമുക്ക് നാളെ തന്നെ കാണാം. അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. നമുക്ക് കൂടുതൽ പരസ്പരം മനസ്സിലാക്കാനും പറ്റുമല്ലോ. അവനും തിരികെ അവളെ നോക്കി പറഞ്ഞു. സ്ഥലമൊക്കെ ഞാൻ നാളെ വിളിച്ചു പറയാം. ശരിയെങ്കിൽ, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വയ്ക്കാനായി തുടങ്ങി. സോണി, വയ്ക്കുവാണോ? എന്നോട് നിനക്ക് വേറൊന്നും സംസാരിക്കാനില്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ അവൾക്കാണെങ്കിൽ എന്ത് പറയണമെന്നും അറിയില്ലായിരുന്നു.
നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാനുള്ളതൊക്കെ ഇപ്പം തന്നെ ഒന്ന് റിഹേഴ്സൽ നോക്കിക്കോ. ഇല്ലെങ്കിൽ പിന്നെ നാളെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നീ ഇതേപോലെ വിക്കി കളിക്കും. മെൽവിൻ പതിഞ്ഞ ശബ്ദത്തിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, നാളെ കാണാം. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെക്കാനായി തുടങ്ങി. സോണി. അവൾ ഫോൺ മാറ്റാൻ ആഞ്ഞപ്പോഴാണ് അവൻ വീണ്ടും അരുമയായി വിളിച്ചത്. എന്താ? ഗുഡ് നൈറ്റ്, മെൽവിൻ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും സോണിയുടെ മുഖത്തൊരു മനോഹരമായി പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് നൈറ്റ്, അവളും തിരികെ പറഞ്ഞ് പതുക്കെ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൾ ബെഡിലേക്ക് മറിഞ്ഞു വീണു. നാളത്തെ ആ കൂടിക്കാഴ്ചയെക്കുറിച്ചോർത്ത് അവളുടെ ചുണ്ടുകളിൽ പ്രണയത്തിൻ്റെ ഒരു ചെറു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു. അപ്പുറത്ത് മെൽവിൻ ഫോൺ മേശപ്പുറത്തേക്ക് വയ്ക്കുമ്പോഴും അവൻ്റെ മുഖത്തെയും ആ ചിരി മാഞ്ഞിരുന്നില്ല. മുറിയിലേക്ക് കയറിയ പാടെ ഷീതു പുറകിൽ വന്ന് വാതിൽ ചാരി. അവളുടെ പുറകിൽ തന്നെ ചാർലിയും അങ്ങോട്ടേക്ക് ചെന്നു. അതിബോധത്തോടെ അവൻ കട്ടിലിലേക്ക് ചെന്നിരുന്നു. ഇച്ചായ. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. അവളുടെ കൈയുടെ സ്പർശനമേറ്റതും ചാർലി മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. നിനക്ക് എന്നോട് ദേഷ്യമല്ലേ? എന്നോട് വെറുപ്പല്ലേ നിനക്ക്? അവളുടെ മുഖത്തേക്ക് നോക്കി അത് ചോദിക്കുമ്പോൾ ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കരയല്ലേ ഇച്ചായ? ഷീതു അവൻ്റെ മുഖം തൻ്റെ കൈവളയിൽ കോരിയെടുത്തു. ചാർലി പതുക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി. മദ്യത്തിൻ്റെ ലഹരിയിലും അവൻ്റെ ആ നോട്ടത്തിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു. നീ എന്നോട് ക്ഷമിച്ചു ഷീതു? ചാർലി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളോട് ചോദിച്ചു. എനിക്ക് ഇച്ചായനോട് ഒരു ദേഷ്യമില്ല. ഇച്ചായൻ്റെ ഈ മുഖം എനിക്കിഷ്ടമല്ല. എന്നോട് പഴയ പോലെ നിൽക്കുന്ന ഇച്ചായനെയാണ് എനിക്കിഷ്ടം. അതവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവളങ്ങനെ പറയുന്നത് കേട്ട് അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൻ പതുക്കെ കൈകൾ നീട്ടി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് ഷീതു. നീയും എൻ്റെ കുഞ്ഞും ഇല്ലാത്തൊരു ജീവിതത്തിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ചാർലി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. വല്ലാത്തൊരു ഉറപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എനിക്കറിയാം ഇച്ചായ. ഞാൻ കാരണം ഇച്ചായൻ എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ എൻ്റെ വിഷമം കൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി ഞാനങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് എങ്ങനെയാണ് ഇച്ചായന് സങ്കടം വരുന്നതെന്ന്. അതുകൊണ്ടല്ലേ ഇച്ചായൻ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അവരുടെ ഒപ്പം മദ്യം കഴിക്കാൻ വേണ്ടി പോയത്. അതൊക്കെ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. നീ എന്തിനാടി എന്നോട് ക്ഷമ ചോദിക്കുന്നേ? എൻ്റെ പെണ്ണ് വിഷമിക്കുന്നത് കാണാൻ ഈ ചാർലിക്ക് ഒരിക്കലും പറ്റില്ല. അവൻ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റി. എന്നോട് പിണങ്ങിയിട്ടല്ലേ അങ്ങോട്ട് പോയി ഇത്രയും കുടിച്ചത്? അവൾ കുഞ്ഞു കുട്ടികളെപ്പോലെ അവനോട് ചോദിച്ചു. ചാർലി പതുക്കെ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ലഹരിയും പ്രണയവും കലർന്നിരുന്നു. അവൻ അവളുടെ മുഖം രണ്ട് കൈകൾ കൊണ്ടും ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം മുഖത്ത് തട്ടിയപ്പോൾ ഷീതുവിൻ്റെ ശരീരം ഒന്ന് വിറച്ചു. അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. ചാർലി അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. വല്ലാത്തൊരു തീവ്രതയുണ്ടായിരുന്നു ആ ചുംബനത്തിന്. അവിടെ നിന്നും അവൻ പതുക്കെ താഴേക്കിറങ്ങി അവളുടെ കണ്ണുകളിലെ നനവ് ഒപ്പിയെടുത്തു. ഷീതുവിൻ്റെ കൈകൾ അറിയാതെ ചാർലിയുടെ വീതിയുള്ള തോളുകളിൽ മുറുക്കെ പിടിച്ചു. അവസാനം ഇത്രയും നാൾ രണ്ടുപേരും കൊതിച്ച ആ പ്രണയത്തോടെ അവൻ അവളുടെ അധരങ്ങളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അതൊരു ആവേശമായിരുന്നു. ഉള്ളിൽ അമർത്തിവെച്ച പ്രണയത്തിൻ്റെയും വിഷമത്തിൻ്റെയും അണക്കെട്ട് പൊട്ടിയതുപോലെയായിരുന്നു. ആദ്യം അവൻ്റെ ചുംബനത്തിലൊന്ന് പകച്ചു പോയെങ്കിലും അവളും അവൻ്റെ മുടിക്കിടയിലൂടെ അവളുടെ വിരലുകൾ അമർത്തി ചുംബിച്ചു. ആ ചുംബനത്തിൻ്റെ ആഴത്തിൽ അവർ പരസ്പരം അലിഞ്ഞു ചേർന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ചാർലി പതുക്കെ മൊഴിഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ വീണ്ടും ചേർത്തു. അവൾ ഒന്ന് മൂളിപ്പോയി. കുറേ നേരത്തിന് ശേഷം ചാർലി അവളെ കട്ടിലിലേക്ക് പതുക്കെ കിടത്തി. അവനും അവളുടെ അടുത്തേക്ക് കിടന്നു. കുഞ്ഞ് സുഖമായിട്ട് ഒരറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് കിടന്നതും ചാർലിയുടെ നെഞ്ചിലേക്ക് തലചായ്ച്ച് അവൻ്റെ കൈക്കുള്ളിൽ ഒരു കുഞ്ഞിനെ പോലെ സുരക്ഷിതമായി ഷീതുവും കിടന്നു. ചാർലി പതുക്കെ അവളുടെ മുടിയിഴകളിൽ വിരലോടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. എൻ്റെ നെഞ്ചിൻ്റെ ഇടുപ്പ് ഇപ്പോൾ ശാന്തമായിരുന്നു. ഇനി എന്നെ വിട്ടുപോവോടി? ചാർലി പതുക്കെ അവളുടെ കാതിൽ ചോദിച്ചു. ഇല്ല ചായ, ഇനി മരണം വരെ ഈ നെഞ്ചിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോവില്ല. ഷീതു അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ഒതുങ്ങിക്കൂടി ഉറപ്പിച്ച് പറഞ്ഞു. ലഹരിയുടെയും പ്രണയത്തിൻ്റെയും ഒടുവിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് അവരാ രാത്രി സമാധാനത്തോട് ഉറക്കത്തിലേക്ക് വീണു. എടാ റയാനെ, ക്രിസ്റ്റി ചെറുതായി നാക്ക് കുഴിഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. റയാനാണെങ്കിൽ റിയയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താടാ ചെറുക്ക, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, നല്ലോണം കയറ്റിയിട്ടുണ്ട്. റയാൻ അവനെ നോക്കി പറഞ്ഞു. എനിക്ക് ഉറങ്ങണ്ടടാ. എനിക്കിപ്പം എൻ്റെ ഋഷുവിനെ കാണണം. എൻ്റെ ഋഷുമോടെ അടുത്ത് പോകണം. ക്രിസ്റ്റി വായുവിൽ കൈകൾ വീശിക്കൊണ്ട് പറഞ്ഞു. അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. റയാൻ അവനെ കളിയാക്കിക്കൊണ്ട് തിരികെ മറുപടി പറഞ്ഞു. എനിക്ക് കാണണം. എനിക്കിപ്പം എൻ്റെ കൊച്ചിനെ കാണണം. അവൻ കൊച്ചു പിള്ളേരെ പോലെ വാശി പിടിച്ചു. ഇപ്പം ചെന്നാൽ ചിലപ്പോൾ 10 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൊച്ചുണ്ടാവും. ചേട്ടായിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ? കുടുംബത്തിലെല്ലാം ഒരേ ദിശയിൽ പോകേണ്ടി വരും. റയാൻ അവനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. എനിക്ക് പോകണം.
അവൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്രിസ്റ്റിച്ചാൻ എന്തീ പറയുന്നേ? ഈ പാതിരാത്രിക്കോ? അവൾ കിടന്ന് ഉറങ്ങിക്കാണും. രാത്രി വെറുതെ നാട്ടുകാരുടെ അടി മേടിച്ച് കൂട്ടരുത്. റയാൻ അവനെ തടയാൻ നോക്കി. എനിക്ക് ഇപ്പോൾ പോകണം. നീ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം. ക്രിസ്റ്റി അതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ വീഴാനായി പോയിരുന്നു. റയാൻ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നേരെ നിൽക്കാൻ വയ്യ. ഈ കോലത്തിലാണോ വണ്ടി ഓടിച്ച് പോകാൻ പോകുന്നത്? ഞാൻ വരാം. റയാൻ അവനെ നോക്കി പറഞ്ഞതും അവൻ ഇളിച്ചു കാണിച്ചു. ഇതകത്തോട്ട് ചെന്നാൽ ഓരോന്നിനും ഓരോ തരം ഭ്രാന്ത. റയാൻ നെറ്റിയിൽ കൈവച്ചു പോയി. ക്രിസ്റ്റിയാണേൽ മുഖമൊക്കെ കൈകൊണ്ടൊന്ന് തുടച്ചതിന് ശേഷം വലിയ കാര്യത്തിൽ ബാൽക്കണിയിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്നു. റയാനാണ് വണ്ടിയെടുത്തത്. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലേക്ക് വന്ന് കയറി. നട്ടപ്രാന്ത്. റയാൻ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്തു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവർ റിഷുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ദേ വീടെത്തി. റയാൻ അവനെ നോക്കി പറഞ്ഞതും ക്രിസ്റ്റി സൈഡിലേക്കൊന്ന് നോക്കി. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു. നീയാടാ എൻ്റെ യഥാർത്ഥ അനിയൻ. അതും പറഞ്ഞ് റയാൻ്റെ മുഖം ഒന്ന് ഒഴിഞ്ഞ് ചുണ്ടിലേക്ക് വെച്ച് ഉമ്മ കൊടുത്തതിന് ശേഷം അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എടാ നിൻ്റെ ചേട്ടത്തിയെ വിളിക്ക്, വന്ന് ഗേറ്റ് തുറക്കാൻ പറ. ക്രിസ്റ്റി അവനെ നോക്കി. ഷെടാ ഇങ്ങേർക്കിത് എന്തിൻ്റെ കഴപ്പാ? റയാൻ വീണ്ടും പറഞ്ഞു. വിളിക്കടാ. ക്രിസ്റ്റി വീണ്ടും അവനോട് പറഞ്ഞു. ഓ വിളിക്കാം. റയാൻ അതും പറഞ്ഞ് സ്വയം കൈമലർത്തി കാണിച്ചുകൊണ്ട് ഫോൺ എടുത്തു. റയാൻ ഫോൺ കാതിൽ വെച്ചു. റിഷുവിൻ്റെ ഫോണിലേക്ക് ബെല്ലടിച്ചു. കുറച്ചു നേരം റിങ് ചെയ്തെങ്കിലും അവൾ ഫോൺ എടുത്തില്ല. ക്രിസ്റ്റി ആകാംക്ഷയോടെ റയാൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ എടുക്കുന്നില്ല. റയാൻ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു. ക്രിസ്റ്റി വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. അവളെ കാണണമെന്നവൻ മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ട് തന്നെ അവളെ കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായിരുന്നു അവന്. എന്നാൽ റയാൻ മനസ്സിൽ പ്രാർത്ഥിച്ചത് അവൾ ഫോൺ എടുക്കല്ലേന്നായിരുന്നു. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് അവന് നന്നായിട്ടും അറിയാമായിരുന്നു. ഒന്നുകൂടെ വിളിക്ക്. അവൾ ഉറക്കത്തിലായിരിക്കും. ഒന്നുകൂടെ വിളിക്ക്. അവൻ വീണ്ടും വാശി പിടിച്ചു. ഇങ്ങേരിത് ചില സമയം കടുവയുടെ സ്വഭാവം കാണിക്കും, ചില സമയം അസൽ കുരങ്ങനും. റയാൻ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. എന്താടാ? ക്രിസ്റ്റി അത് കേൾക്കാഞ്ഞതും സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു. ഏയ് ക്രിസ്റ്റി ചായൻ അവളോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന് പറയായിരുന്നു. റയാൻ അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു കാണിച്ചു. റയാൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. വീണ്ടും ഡയൽ ചെയ്തു. ഇത്തവണ മറുതലയ്ക്കൽ ഫോൺ എടുത്തിരുന്നു. സ്പീക്കർ ഇടടാ. ക്രിസ്റ്റി പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ അവൻ അതും ചെയ്തു. ആരാ? അവൾ ഉറക്കത്തിൽ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. ക്രിസ്റ്റി ആ ശബ്ദം കേട്ടത് മൊബൈലിലേക്ക് ചാടി വീഴാൻ നോക്കി. റയാൻ അവനെ തള്ളി മാറ്റി ഫോൺ ചെവിയിൽ വെച്ചു. റിഷു എടി ഇത് ഞാനാ റയാൻ. ക്രിസ്റ്റി ചായൻ നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയാണ്. ഞങ്ങൾ ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് വന്ന് ഗേറ്റ് തുറക്കാവോ? റയാൻ അവളോട് ചോദിച്ചു. എന്തോന്ന്? അവൾ ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഈ പാതിരാത്രിക്കോ? നിങ്ങൾക്ക് വട്ടാണോടാ? റിഷുവിൻ്റെ സ്വരത്തിൽ അത്ഭുതവും ദേഷ്യവും കലർന്നിരുന്നു. ഇങ്ങേർക്ക് വട്ടാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നീ ഒന്ന് വന്ന് ഗേറ്റ് തുറക്ക്, അല്ലെങ്കിൽ ഈ കാലിനിപ്പോൾ മതിൽ ചാടി അകത്ത് വരും. റയാൻ ലൗഡ് സ്പീക്കർ ഓഫാക്കി അവളോട് പതിയെ പറഞ്ഞു. ലൗഡ് സ്പീക്കറിലിടടാ. എന്താ എൻ്റെ മോള് പറയുന്നേ? ക്രിസ്റ്റി ചോദിക്കുന്നത് ഫോണിൽ കൂടി കേട്ട് റിഷുവിൻ്റെ കണ്ണുകൾ രണ്ടും മത്തങ്ങ പോലെ ഉരുണ്ടു വന്നു. റയാൻ, അങ്ങേരിപ്പോൾ മോളെന്ന് പറഞ്ഞത് എന്നെയാണോ? അവൾ വിശ്വാസം വരാത്തതുപോലെ അവനോട് ചോദിച്ചു. ആണാണ്. അവളുടെ അത്ഭുതത്തോടെയുള്ള ആ ചോദ്യം കേട്ട് റയാൻ ചിരിച്ചു. എടാ അതിൻ്റെ മുമ്പിൽ വേറൊന്നും ചേർത്തിട്ടല്ലല്ലോ പറയുന്നേ. അവളെ മോളെ എന്ന് വിളിക്കുന്നത് ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹേയ് വേറൊന്നും ചേർത്തിട്ടില്ല. പ്യുവറായിട്ട് എൻ്റെ മോളെന്ന് തന്നെയാണ് വിളിച്ചത്. നീ ഇത് വിശ്വസിക്കൂ റിഷു. റയാൻ ചിരിയടക്കാൻ പാടുപെട്ടുകൊണ്ട് ഫോണിലൂടെ അവളോട് പറഞ്ഞു. എൻ്റെ ഈശോയെ ഇങ്ങർക്ക് ശരിക്കും വട്ടുപിടിച്ചോ? റിഷു തലയ്ക്ക് കൈവച്ചു. എടാ വീട്ടിലെല്ലാവരും ഉറക്കവാ. പപ്പ എങ്ങാണോ പറഞ്ഞാൽ കൊലപാതകം നടക്കും. നീ അങ്ങനെ വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക്. അവൾ വീണ്ടും പറഞ്ഞു. എനിക്കതൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ഒരു മിനി കൊലപാതകം നടക്കാതിരിക്കണമെങ്കിൽ നീ വേഗം താഴേക്ക് വാ. ഇല്ലെങ്കിൽ ഇങ്ങേരി മതിലും ചാടി അകത്തേക്ക് വരും. നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാ. റയാൻ അവളോട് പറഞ്ഞു. ശരി ശരി ഞാൻ വരാം. നീ കടുവയെ അവിടെ തന്നെ പിടിച്ചു നിർത്ത്. ഋഷു വേവലാതിയോടെ പറഞ്ഞു. അവൾ ഫോൺ കട്ട് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ മുറിക്ക് പുറത്തേക്ക് നടന്നു. ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് റയാൻ ക്രിസ്റ്റിയെ നോക്കി. ദാ വരുന്നുണ്ട് മോള്. ഇപ്പം സമാധാനമായല്ലോ? റയാൻ അവനെ നോക്കി ചോദിച്ചു. ക്രിസ്റ്റി അത് കേട്ടതും ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത തിളക്കവും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു.